എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. റെഡ് വെൽവെറ്റ് മാർബിൾ കേക്കാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബാറ്റർ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാത്രം എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം 2 മുട്ടയോ അല്ലെങ്കിൽ 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നല്ലൊരു ക്രീം പരുവത്തിൽ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് അരിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നല്ല കട്ടയായിട്ടായിരിക്കും വരുന്നത് നമ്മൾ മിക്സ് ചെയ്യുന്നതോറും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടി, അപ്പോൾ ഒരു 1/2 കപ്പ് പാലിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ എടുക്കുക. ചൂടായിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ ചൂടാറിയ ശേഷം എടുക്കുക. തണുത്ത പാലാണെന്നുണ്ടെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം ചേർക്കുക. അപ്പോൾ അതാ നമ്മുടെ ബാറ്ററി ഈ ഒരു പരുവത്തിന് നല്ലൊരു ബാറ്ററിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി. വല്ലാതെ ലൂസും ആയിരുത്, വല്ലാതെ തിക്കുമായി പോരുത്. നമ്മുടെ കേക്കിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, ഈ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ ബാറ്റർ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദയാണല്ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് ബാറ്റർ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം നമ്മളിത് മാർബിൾ കേക്ക് ആയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പോർഷനായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്ന് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് 1/2 കപ്പ്. അപ്പോൾ അത് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫുഡ് കളർ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ തുടങ്ങി 1 ടീസ്പൂൺ വരെ ചേർക്കാം. നിങ്ങൾക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. നിങ്ങൾക്ക് ഫുഡ് കളർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ നീരെടുത്തിട്ട് അതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ 2 ബാറ്ററും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാൻ ഞാൻ ഓവനിലല്ല തയ്യാറാക്കി എടുക്കുന്നത്. ഇതേപോലെ ഒരു പാനിൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പഴയ ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഇഡ്ഡലി തട്ടിൽ നിന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ പാനൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലിയുടെ തട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കില്ല, അതേപോലെ കുറച്ച് എണ്ണ ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ മതിയാവും. കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ കുഴിയിലേക്കും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഒന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 2 ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് വെള്ള ബാറ്റർ ആദ്യം 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ചുവന്ന കളർ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചുവന്ന കളർ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് 4 കുഴിയിലും ഒരേപോലെ ഒഴിച്ച് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഒഴിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മേലേക്ക്
നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചുവന്ന ബാറ്റർ 1 ടീസ്പൂൺ തന്നെ ഒഴിച്ച് കൊടുക്കുക. അതേപോലെ വീണ്ടും വെള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതേപോലെ അടുത്തത് വെള്ളയുടെ മേലിലേക്ക് നമുക്ക് ചുവന്ന ബാറ്ററും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഫില്ലായി വരണ്ട, ഒരു 1/4 ഭാഗത്തോളം ഒന്ന് ഫില്ലായിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ അത് അതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിന് നമുക്കൊരു സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് റെഡി ആയിട്ട് വരുമ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കറക്കിയിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 1-2 പ്രാവശ്യം ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി തട്ട്. ഇതിന് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നന്നായിട്ട് പുകയൊക്കെ വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി തട്ട് അതിലേക്ക് വയ്ക്കാം. ഇതിനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കറക്റ്റ് 10 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈയിലും മീഡിയത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളും കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ക്യൂറോ എന്തെങ്കിലും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ക്ലിയറായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇൻസേർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ. ഇതിപ്പോൾ എന്തായാലും കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതിനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം മൊത്തം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ചൂടാറിയ ശേഷം മാത്രം നമുക്കിത് പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കുക. ചൂടോടുകൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും പൊടിഞ്ഞു പോകും. അപ്പോൾ ചൂട് നന്നായിട്ട് ആറിയ ശേഷം നമുക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ എടുക്കില്ലേ സ്പൂൺ വെച്ചിട്ട്, അതേപോലെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ബാറ്ററി ഞാൻ അതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കാണിച്ചാൽ വീഡിയോ ലെങ്ത്ത് കൂടുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാവരും കാണിക്കുന്നില്ല. അപ്പോൾ അത് അതേപോലെ നമുക്കിതൊന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെഡ് വെൽവെറ്റ് മാർബിൾ കേക്ക്. നമുക്ക് ഇഡ്ഡലി തട്ടിൽ 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. കണ്ടില്ലേ? അടിഭാഗമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഉൾഭാഗമൊക്കെ അതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള നമ്മുടെ റെഡ് വെൽവെറ്റ് മാർബിൾ കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് കളറിന് പകരം ഞാൻ പറഞ്ഞ പോലെ ബീട്രൂട്ടിൻ്റെ നീരെടുത്തിട്ട് അതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ ആ റെഡ് കളർ കിട്ടും. നന്നായിട്ട് കളർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ റെഡിഷ് കളർ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ചോക്ലേറ്റ് മാർബിൾ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കാണാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്